നിർത്താതെ ഭരതനാട്യ ചുവടുകൾ വെച്ചത് 170 മണിക്കൂർ. കേട്ടാൽ അതിശയം തോന്നുന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് 20കാരി. ഗോൾഡൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥി റെമോണ ഇവീറ്റെ പെരേരയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി. മംഗളൂരുവിലെ സെന്റ് അലോഷ്യസ് കോളേജിലെ വിദ്യാർത്ഥിയാണ് 20കാരിയായ റെമോണ. തുടർച്ചയായി 7 ദിവസം നൃത്തം ചെയ്താണ് ഗോൾഡൻ ബുക്കിൽ ഇടം നേടിയത്. കോളേജ് ക്യാമ്പസിലായിരുന്നു ഡാൻസ് മാരത്തോൺ. ജൂലൈ 21 ആരംഭിച്ച മാരത്തൺ ജൂലൈ 28 ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിച്ചു. ഗണപതി ഭഗവാനെ പ്രകീർത്തിച്ച് ആരംഭിച്ച ഭരതനാട്യം ദുർഗാദേവിയെക്കുറിച്ചുള്ള ഗാനത്തിന് ചുവട് വെച്ചാണ് അവസാനിപ്പിച്ചത്. ഓരോ 3 മണിക്കൂറിലും 15 മിനിറ്റ് ഇടവേള. റമോണയുടെ മാതാവ് ഗ്ലാഡിസ് പെരേരയാണ് മകളുടെ ശക്തിയും ഊർജവും. റമോണയ്ക്ക് സർവ്വസമയവും പ്രോത്സാഹനമേകാൻ കോളേജ് അധികൃതരും വിദ്യാർത്ഥികളും ഒപ്പമുണ്ടായിരുന്നു. നിശ്ചയദാർഢ്യത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പര്യായമായി മാറിയിരിക്കുകയാണ് ഈ 20കാരി. ഏറെ ബുദ്ധിമുട്ടോടെ ചെയ്യുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം. 127 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ച സുധീർ ജഗ്താബാണ് റെമോണയുടെ മുൻഗാമി. 3ാം വയസ്സ് മുതൽ ഭരതനാട്യം അഭ്യസിക്കുന്ന റെമോണ 2019 അരങ്ങേറ്റം കുറിച്ചത്. 7 ദിവസത്തെ മാരത്തോൺ നൃത്തത്തിനായി പ്രതിദിനം 6 മണിക്കൂർ വരെയാണ് പരിശീലിച്ചത്. 2017 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരുന്നു. 2022 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാറും സ്വന്തമാക്കിയിരുന്നു. NSS വോളണ്ടിയർ കൂടിയായ റമോണയ്ക്ക് ഭരതനാട്യത്തിൽ PhD നേടാനും ദിവ്യാംഗർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, അനാഥർ എന്നിവർക്ക് ഭരതനാട്യം പഠിപ്പിച്ചു നൽകുകയുമാണ് റമോണയുടെ സ്വപ്നം. നാഷണൽ ഡെസ്ക്, ജനം.